എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജനങ്ങൾ ജാഗ്രത പാലിക്കുമ്പോൾ സമൂഹം സുരക്ഷിതരാകും. ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രതിഭാശാലികളായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു വില്യം എവർട്ട് ഗ്ലാഡ്സ്റ്റൺ. അദ്ദേഹം 4 തവണ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു. സാധാരണക്കാരുടെ ഉന്നമനത്തിനായി നിരവധി സാമൂഹിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അതുകൊണ്ട് ദി പീപ്പിൾസ് വില്യം എന്നും അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു: ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകിപ്പിക്കുന്ന നീതി അത് നിഷേധിക്കപ്പെട്ട നീതിയാകുന്നു. നീതി ആ സമയത്ത് നടപ്പാക്കാത്ത പക്ഷം ജനങ്ങളുടെ വിശ്വാസം തകരും. നീതി നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം പുരോഗതി പ്രാപിക്കുന്നത്. സ്വാർത്ഥതയും അഴിമതിയും ഒരു രാജ്യത്തെ തകർക്കും. മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കുന്ന മനോഭാവം രാജ്യത്ത് ഉയരത്തിലേക്ക് എത്തിക്കും. നിയമം ശക്തമാകുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയും. ജനങ്ങൾ ജാഗ്രത പാലിക്കുമ്പോൾ സമൂഹം സുരക്ഷിതരാകും. നമുക്കറിയാം, കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിച്ച സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ പ്രത്യേക ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. അതുപോലെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യേക ക്രമസമാധാന കുറ്റകൃത്യ നിയന്ത്രണ പരിശോധന ദൗത്യങ്ങളുടെ പേരാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ ഗ്രിപ്പും കുറ്റവാളികളെ പിടികൂടാൻ മാത്രമുള്ള ഒരു നടപടിയല്ല, ജനങ്ങൾക്ക് സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിതം ഉറപ്പാക്കാനുള്ള വൻ പദ്ധതിയാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ബഹുജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഈ നടപടികൾ പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ആയുധങ്ങളിലല്ല, അതിനുള്ള നീതി നിർവഹണത്തിലാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ മഹത്വം അതിൻ്റെ സാമ്പത്തികമല്ല, അതിൻ്റെ ധാർമ്മികതയിലാണ്. ബൈബിൾ പ്രകാരം പറയുന്നു: നീതി ഒരു ജനത്തെ ഉയർത്തുന്നു, പാപമോ ജനങ്ങൾക്ക് അപമാനം വരുത്തുന്നു. ഇവിടെ നീതി എന്നത് നിയമം പാലിക്കുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതും സത്യസന്ധതയും നീതിബോധവും കരുണയും വിശുദ്ധിയും ഉൾക്കൊള്ളുന്ന ജീവിതമാണ്. നേതാക്കൾ അഴിമതി ഒഴിവാക്കണം, ന്യായാധിപന്മാർ നിഷ്പക്ഷമായി വിധിക്കണം. ജനങ്ങൾ സത്യസന്ധമായി ജീവിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്താൽ ആ ജനത സാമ്പത്തികമായും സാമൂഹികമായും ആത്മീയമായും ഉയർച്ച പ്രാപിക്കും. ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷയും അനുഗ്രഹവും ഉണ്ടാവും. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ 3ാമത്തെ ഭാഗവുമായി ഉടനെ നമ്മൾ കൂടിക്കാണും. അതുവരെ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദിയും സ്നേഹവും ഈ തരുണത്തെ അറിയിക്കുകയും ചെയ്യും.